നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നല്ല മഴ, തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ചോറ് കൊണ്ട് വന്നതാണ്. ഞങ്ങൾ മഴയത്ത് നനഞ്ഞ്. ഇന്ന് സിദ്ധാർത്ഥ സ്കൂളിൽ പോയിട്ടില്ല, മഴയായതുകൊണ്ട്. മോനുമായിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ചോറും ഒക്കെ കൊടുത്തൊന്ന് അഴിച്ചൊക്കെ വിടാമെന്ന് വിചാരിച്ചു. അവനും ഇറങ്ങി അവൻ്റെ കൂടെ പോയി. അഴിച്ചൊക്കെ ഒന്ന് വിടാമെന്ന് വിചാരിച്ച് വന്നതാണ്. മഴയാണ്, കണ്ട വെള്ളം നിൽക്കുക. സ്നേഹപ്രകടനമാണ് കണ്ടപാടെയുള്ള. ഞങ്ങൾക്ക് നേരത്തെ വന്നേ, മഴയായതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് അഴിച്ചുവിടാമെന്ന് പറഞ്ഞ് വന്നതാണ്. നോക്കാം അഴിച്ചു വിടാൻ പറ്റുമെന്ന്. മഴ പെയ്യാതിരുന്നാൽ നമ്മൾ നനഞ്ഞാണ് വന്നത്. ചെറുതായിട്ട് ചാറ്റൻ മഴയാണ്, തോരാതെ നിൽക്കുന്ന മഴയാണ്. ഫോണിൻ്റെ ബഹളവും മിക്കോളമൊക്കെ കണ്ടോ. പങ്കി അഴിച്ചു വിടട്ടെ. അഴിച്ചു വിട്ടിട്ട് അവൾ പോകുന്നില്ല, പോയി. 2 മാസം കൊണ്ട് പോച്ച കയറി കാടായിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ പരിസരമൊക്കെ. വീടിൻ്റെ ബാക്ക് വശമാണ്. ആളുവാനൊക്കെ പോച്ച പിടിച്ച് കയറുകയാണ്. ഓന് കണ്ട ചെളിക്കകത്ത് വന്ന് കിടന്നു. ഇതാ അവൻ്റെ ദേഹമൊക്കെ അഴുക്കാകുന്നത്. അവനും അങ്ങനൊന്നുമില്ല, അവൻ ചെളിയിലൊക്കെ വന്നങ്ങിരിക്കും. മഴ ഇപ്പം പെയ്താൽ കൊണ്ട് ഇതായതേ ഉള്ളൂ. ചാറ്റമഴ നടക്കുന്നുണ്ട്, എന്നിട്ടും അവനാ ചെളി വന്നിരിക്കുക. പിങ്കിയുടെ പുറകിന് നടക്കുക അവന്. പിങ്കിക്ക് ബോഡി ഗാർഡായിട്ട് കിടക്കുക. പങ്കി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നാം കൂട്ടിലും കയറുന്നില്ല, കൂട്ടിരിക്കുക. സിദ്ധാർത്ഥ ഇന്ന് മഴയാണ്ട് സ്കൂളിലൊന്നും പോയില്ല. അയാൾ ഇന്ന് പോരുന്നു. അതുകൊണ്ട് ഇവർക്ക് ചോറും കൊണ്ട് വന്നതാണ്. ഇത് കണ്ടോ, വീട് തുരന്ന് മറിച്ചേക്കുന്നത്. എങ്ങനെയാണെന്നറിയത്തില്ല, ഇതിനകത്തുനിന്ന് ഇത്രയും മണ്ണ് തുരന്ന് മാറ്റിയേക്കുന്നത്. ഇത് നമ്മൾ കൈയിട്ട് മാന്തിയാൽ തന്നെ കൈ പൊക്കി കിടക്കുമ്പോഴത്തേക്ക് മണ്ണ് തിരിച്ചു വീഴും. പക്ഷെ പിങ്കി എങ്ങനെ തുരന്ന് കളയുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു മൺകാട്ട് ഇരിക്കും. അതിനകത്തിൻ്റെ ഒരു ലോഡ് മണ്ണിറക്കിയിടണം അറിയണമെങ്കിൽ. ഇന്നാള് കുറേ തുറന്നപ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് വെച്ചിരുന്നേ, വലിയൊരു കല്ല്. ആ കല്ലിൻ്റെ അപ്പുറം വന്ന് തുറന്നുള്ളത്. വീട് അവൾ പൊളിച്ചടിക്കുക. താഴെ ഭയങ്കരനൊരു കുഴി എടുത്തിട്ടേക്കും. ഇവിടെ നഗരിന് നല്ല പവറാന്നുള്ളത്. സിമെൻറ്റ് തറയൊക്കെ അവൾ തുരന്ന് മറിച്ചാണ്ട. കണക്കിന് 6 മാസം ആകുമ്പോഴത്തേക്ക് അവൾ വീട് പൊളിച്ച് താഴെ ഇടും. ഡ്രോൺ അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. പങ്കി ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ അടുക്കിലോട്ട് വരാനും. അത് കഴിഞ്ഞ് പിന്നെ പിങ്കിയുടെ പറയുന്നത്. പങ്കി അഴിച്ചു വിട്ടവൾ അവളവിടെല്ലാം കറക്കിയിട്ട് പോരും. അവൾക്ക് ഇച്ചിരി വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളവും ചെളിയൊക്കെ ആയിട്ട് അവളിക്ക് പോരും. ഇതവിടെ വന്ന് കയറി. ഇന്നലെ ഞാൻ ചന്ദനത്തിൻ്റെ എടുത്ത് കത്തിച്ച് അതിൻ്റെ കവറും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. കൂട്ടപ്പെടുപ്പാണ്. നമുക്ക് സിദ്ധാർത്ഥ അവരുടെ കൂടെ കൂടി. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഡോണെന്നുകൊണ്ട് അവരുടെ കൂടെ കൂടി. മഴയാണ്, മൊത്തം അലമ്പ. ഇന്നലെ പങ്കി ചോറ് ഇരുന്നില്ല. ഇന്നിപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവളുടെ അടുത്ത് കഴിക്കും. നമുക്ക് ചോറ് ഇല്ലാതെ ബാക്കി വെച്ചിരുന്നത്. ഇന്നലെ ചൂളൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ചോറ് അധികം കഴിച്ചില്ല. ബാക്കി അവിടെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചീത്തയായി. എന്നിട്ടും എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ടല്ലേ. അതുപോലെ ഓമയ്ക്ക 2 എണ്ണം പഴുത്തിരിക്കുന്നു, കുത്തിയിടാൻ പറ്റുന്നു. ഒരെണ്ണം നല്ല കൊത്തിയേക്കുന്നു. ഒരു ചെറുത് പഴുത്തതുണ്ട്, വലുതൊരെണ്ണം ഉണ്ടായിരുന്നു, ഏതാണ്ട് കൊത്തിയേക്കുന്നുണ്ട്. കണ്ടില്ല ദിവസമായിട്ടുണ്ട്. ഞങ്ങൾ നോക്കി വെച്ചിരുന്നേ, പക്ഷേ അത് കണ്ടില്ല. ചെറുതൊരെണ്ണം പഴുത്തിരിക്കും. മോനൊരു ഓമയ്ക്ക കിട്ടി അങ്ങനെ പഴുത്ത.
ബാത്റൂമിൽ കയറിയാൽ അവനെ മണം പിടിച്ചാൽ പുറകിന് വന്നിരിക്കുന്ന നോക്കും. ഇങ്ങോട്ട് പോയാലും അവൻ ബോഡി ഗാർഡായിട്ട് കൂടെ ഉണ്ടെന്നുള്ള നിറച്ച് കാന്താരി, വെള്ളക്കാന്താരി പിടിച്ച് ഇപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാം. കൊളസ്ട്രോളിനൊക്കെ നല്ലത്. ഓമയ്ക്ക യൂറിക് ആസിഡിനും കാന്താരി കൊളസ്ട്രോളിനും ഇത് രണ്ടും നമുക്കുള്ളതുകൊണ്ട് രണ്ടും പിടിക്കാം. കുറച്ചുണ്ട് കാന്താരി ഇപ്പോൾ ഉണ്ട്. വെള്ളക്കാന്താരിയാണ്. വെറും പൊട്ട് കാന്താരി എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ശരിക്കുമുള്ള കാന്താരി അതെൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. നമുക്കത് പിച്ചിയെടുക്കാൻ വലിയ പാടായല്ലേ പിച്ചിയെടുക്കാൻ. വെള്ളക്കാന്താരി നമുക്ക് കുഴപ്പമില്ല, പിച്ചിയെടുക്കാം. അത് വേറും ചെറിയ കാന്താരി. കാന്താരി പണ്ട് നമുക്ക് കൃഷിയുള്ള സമയത്ത് ശരിക്കും കാന്താരി കിലോ കണക്കിന് നമ്മൾ കൊടുക്കുന്നതായിരുന്നു. ഇത്രയും കാന്താരി 100 ഗ്രാം കാന്താരി വെച്ചിട്ടുണ്ട്. നല്ല മണവും കൂടെ ഉള്ളതാണ്. മീൻകറിക്കകത്തൊക്കെ ഇടങ്ങി നല്ല ഒരു സാധാ ഡോണിൻ്റെ അസൂയ കാണണമെങ്കിൽ ഇപ്പം കാണാം. അതുകൊണ്ട് പിങ്കിയെ നമ്മൾ തൊടാൻ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. അവനെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അവനെ മാത്രമേ തൊടാവുള്ളൂ. അതാണ് അവൻ്റെ ഒരു പോളിസി. ഞാൻ വേറെ ആരെയും തൊടരുത്, അതവൻ സമ്മതിക്കത്തില്ല. അന്നൊരലമ്പുണ്ടാക്കുന്നത് നോക്കിക്കോ. വേണമെങ്കിൽ ഞാൻ ആ പിങ്കിയെ തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. എന്താ പിങ്കിയുടെ നേരത്ത് തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. അന്നേരം അവൻ ഓടി വരും. എന്താ ഇടങ്ങേറുണ്ടാക്കും. തൊട്ട് പോരുതെന്ന് അവൻ പറയണം. അവനെ ആകാവുള്ളൂ. പങ്കിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. അവന് ഇത്ര അസൂയയില്ല. പിങ്കിയെ തൊട്ട് പോരെന്നുള്ള രീതി അവൻ വന്ന് നോക്കും. ലാസ്റ്റ് പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് പിങ്കി അവനെ കടിച്ചോടിക്കാൻ നോക്കും. നീ മാറാന്ന് പറഞ്ഞിട്ട്. പിങ്കിക്ക് മനസ്സിലായി പിങ്കിയെ തൊടാതിരിക്കാൻ അവൻ ഇതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് പിങ്കി ദേഷ്യപ്പെടുന്നുണ്ട്. ദേഷിച്ചിട്ട് അവനെ കടിക്കാൻ ചെല്ലുന്നുണ്ട്. എന്താ അവനൊരു രീതിയിൽ തൊടാൻ സമ്മതിക്കത്തില്ല. അസൂയം കുശുക്കും കുന്നായ്മയുടെ പര്യായമാണ് ഞങ്ങളുടെ ഡോണ്. അവനെ തൊടാനാണ് പറയുന്നത്, അവനെ പിടിച്ചോളാൻ. അടുത്തോട്ടെല്ലാം കൈകൊണ്ട് വിളിക്കുന്നുണ്ട്. വീണ്ടും വരും. വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കും. പിങ്കിച്ചാണെങ്കിൽ പിന്നെ കെട്ടിപ്പിടിച്ചവനായിട്ട് ഇങ്ങനെ നിൽക്കുക. സമ്മതിക്കാതെ ഇപ്പോൾ അവൾ ദേഷ്യപ്പെടുന്നുണ്ട് അവൻ്റെ അടുത്ത്. പിങ്കിച്ച് എല്ലാവരും മെസ്സേജൊക്കെ ഇടുന്നുണ്ട് ഇവരെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൂടെ. ഇവിടുത്തെ സാഹചര്യം അതേപോലെ. ഇവിടെ ആണെങ്കിൽ ഞാൻ വണ്ടി കഴിയുന്ന ഒരു വീഡിയോ ഇട്ടേക്കുന്ന കണ്ടില്ലായിരുന്നു. നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന വെള്ളമാണ് അത്. അത്രയും വെള്ളമൊന്നുമല്ല, അതിൽ കൂടുതൽ വെള്ളം നമ്മുടെ മുറ്റത്ത് ഇരിക്കും. ഇവിടെ താഴ്ന്ന പുരയിടമാണ്. അപ്പം വെള്ളമാണ്. ഇവരെ ഇടാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സംവിധാനം ഒരുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പട്ടികളെ ഇടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇല്ല. പിങ്കിച്ച് വേറെ ആർക്കും അവളെ തൊടാൻ പറ്റത്തില്ല. അവിടെ വയറ്റത്തോ തലയിലോ ഒന്നും വേറെ ആരും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ കടിക്കും. പിന്നെ കൈ പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കുന്ന നോക്കും. വേറെ ആരും ചെന്ന് ഇതേപോലെ അവളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൾ വയലൻ്റാണ്. പിന്നെ വയറ്റത്തെങ്ങും വേറെ ആർക്കും തൊടാനേ പറ്റത്തില്ല. അന്നേരം അവൾ കടിക്കും. മോനെ അത് ഒരുപാട് വട്ടം അവൾ കടിക്കാൻ ചെന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കടിക്കുകയും ചെയ്യും. വയറ്റത്ത് പിടിച്ച് നിൻ്റെ മൂത്ത് കടിച്ചില്ലേ. പിന്നെ കൈകാട്ടി നമ്മളെ ഭയങ്കര സ്നേഹമാണ്. ഡോണും പിങ്കിയേക്കാളും ഭയങ്കര സ്നേഹമാണ്. തെക്കേ റോഡിൽ എൻ്റെ വണ്ടി വരുമ്പോൾ അവൾ ഒരു എണീറ്റ് ചെയ്യുന്നു വേളം വെക്കാൻ തുടങ്ങും. മറ്റവർക്ക് പിന്നെ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് വണ്ടിയുടെ സൗണ്ട് തെക്കേ റോഡിലെത്തുമ്പോഴേ അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. ഇവിടെ എണീറ്റ് ഇരിക്കുമ്പോഴേ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും ഞാൻ വരുന്നുണ്ടെന്ന്.
അത്ര ചെവി നല്ല വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുമെന്നുള്ള നല്ല ലക്ഷ്യമാണ് നമ്മൾ വരുന്നത്. ഡോണും പിങ്കിയൊക്കെ എന്ന് പറയാൻ അടുക്ക വരണം. ഇവർക്ക് പക്ഷേ ദൂരത്തെ സിഗ്നൽ കിട്ടും. വണ്ടിയുടെ സൗണ്ടാണോ എന്തുവാണെന്നറിയത്തില്ല, ഇവർക്ക് ദൂരെ വെച്ചേ അറിയാം. യൂണിറ്റിൽ നിന്ന് വാലാട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പം വീട്ടിലാർക്കായാലും മനസ്സിലാവും ഞാൻ കടിക്കുന്നതിനാ. ഒരു മൂക്കും വായൊക്കെ കണ്ട കറപ്പാ. മഴയും വെള്ളമാണ്. അവിടെ കിടന്ന് ചന്ദനത്തിൻ്റെ കവറൊക്കെ എടുത്തിട്ട് കടിക്കുമായിരുന്നു. രണ്ട് ഡോണങ്ങനെ കുഴഞ്ഞ് കിടക്കുക. സ്കൂളിൽ പോയത് ഒരാൾ മഴയാണെന്നും പറഞ്ഞ് നടക്കുക. അവരെ കാണാനായിട്ട് നടക്കുക. അവനും അവരെ കാണാത്തതിൻ്റെ വിഷമമുണ്ട്. എല്ലാണ്ട് അവൻ ഓടിയാണെന്ന് കളിച്ചില്ലേ അവൻ്റെ കൂടെ. ഡോണ് ഗേറ്റ് തുറന്നപ്പോഴേ എന്നെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ അടുക്കിലോട്ട് ഓടിപ്പോയി. അവൻ്റെ പുറവിനെ നീങ്ങുമായിരുന്നു. ഭയങ്കര കാര്യമാണ് മോനോട്. പിങ്കി എന്ത് വേണേലും കാണിക്കുക, അവളൊന്നും മിണ്ടത്തില്ല, എല്ലാത്തിനും നിന്ന് കൊടുക്കും. പക്ഷെ പങ്കിയുടെ അടുക്കാൻ സിദ്ധാർത്ഥ് പോകത്തില്ല, പേടിയാ. പങ്കിയെ പേടിയാ. ഒരു ദിവസം മൂക്കിനെ കയറി പിടിച്ചവള്. അതേസമയം ലോണ് നോക്ക്, കിടന്നു കൊടുക്കുന്നു നോക്ക്. ലോണും പിങ്കി അവനെ കാലെ പിടിച്ച് വാരിയെടുത്ത് വെളിയിൽ ഇറങ്ങിയാലും അവർക്കൊരു വിഷയമില്ല. നമ്മുടെ കസേര കയറി ഇപ്പം മഴയും വെള്ളമൊക്കെ അല്ലേ, താഴോട്ട് ഇറങ്ങണ്ടല്ലോ, കസേരയിലിരിക്കാം. അപ്പോൾ കസേര ഇട്ട് കൊടുത്തേക്കും എന്നോട്ട്. കസേര ഇരിക്കട്ടെ പിങ്കിച്ച്. ഇനി നാളെ വരുമ്പോഴത്തേക്ക് കസേര കാണുമോ എന്തോ അറിയത്തില്ല. കാരണം ആ കുഴി അങ്ങനെ ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇവൾ കസേര തിന്ന് കീർത്തില്ലേ കൊള്ളാം, അല്ലെങ്കിൽ കാടിച്ചു പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ കൊള്ളാം. അവിടെ പണിയതാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഒരു കട്ടയും കൂടെ ഞാൻ എടുത്ത് വെച്ചത്, ഇനി ബാക്കിയും കൂടെ തുറക്കാതിരിക്കട്ടെ. ഡോണിനോട് ചോദിക്കുമ്പോൾ അവൻ ചൂടാകുന്നുണ്ടോണം. ആരാടാ ഇവിടെ തുറന്നേ, നീയാന്നോന്ന് ചോദിക്കുമ്പോൾ അവനെ സംസാരിക്കുന്നുണ്ടോ, നീയാന്നോടാ ഇവിടെ തുറന്നേന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൃത്യമായിട്ട് മറുപടി അവൻ പറയുന്നുണ്ടോ. അങ്ങോട്ട് അവളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവനല്ല. നീ എന്താടാ നോക്കാൻ തുറന്നപ്പോഴെന്ന് ചോദിക്കുമ്പോഴൊക്കെ അവൻ അതിനുകൊണ്ട് അവളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവനല്ല എന്നുള്ള രീതി വെച്ചിട്ട് അവനെ തല കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്, അവളാ ഞാനല്ല എന്ന്. എന്നിട്ട് അവൻ കാര്യവും പറയുന്നുണ്ട്. വലിയ കല്ലെടുത്ത് വെച്ചിട്ട് അവൾ അതിൻ്റെ അപ്പുറത്തിറങ്ങി എങ്ങനെ തുറന്നു. സാധാരണ പട്ടികൾ പുറത്തോട്ട് മാന്തി കളയുന്നേ, അപ്പുറത്തിറങ്ങി ഇങ്ങനെ മാന്തി കളയാനുള്ള സൗകര്യമൊക്കെ ഇല്ല. എന്നിട്ടും അവൾ അത് തുറന്ന് മറിച്ച് ഭയങ്കര ഒരു കുഴിയാക്കി കളഞ്ഞുന്നുണ്ട്. ആ മണ്ണ് പോലെ അടങ്ങും കാണുന്നില്ല തുറന്ന് കളഞ്ഞ്. പിങ്കിച്ചിയുടെ പണിയേതാ, തുറന്ന് മറിക്കുന്ന പണിയാണ്. കാക്കയ്ക്ക് കൊടുക്കും. താഴെ ഒരു വലിയ കുഴി വരുന്നിട്ട് ഇപ്പോൾ ഉണ്ട്. മഴ ആയിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അലമ്പ. നമുക്കായാലും അവർക്കായാലും എല്ലാം അലമ്പാന്നുള്ള മഴ പെയ്ത്. ഇതൊക്കെ താന്ന ഇതായതുകൊണ്ട്, താന്നേന്നല്ല, ഇത് വെള്ളം ഒഴുകി വരും അവിടെ. അപ്പോൾ ആ വെള്ളമെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാം വെള്ളം നിൽക്കുന്നത്. പുറത്തുനിന്ന് ഒഴുകി വരുന്നതാണ്. ഓച്ചറ അമ്പലം തൊട്ട് ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്നതാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത വീട്. അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ പുറകിലാണ് നമ്മുടെ വീട്. പിങ്കിച്ച് സേഫ്റ്റി ആയിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. അവർക്ക് നീ ഒന്നും പേടിക്കണ്ട. രാവിലെ വരുമ്പോൾ നമുക്കറിയാം കസേര എന്തോ ചെയ്ത് വെക്കുമെന്ന്.
നമ്മളെ നീക്കി ഇട്ട് കൊടുക്കാത്തതാ. സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ചോറൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയൊന്നും നമുക്ക് വിശ്വാസമല്ല. കടിച്ചു പറിച്ചങ്ങ് തിന്നും. പ്ലാസ്റ്റിക്കൊക്കെ തിന്ന പിന്നെ വയറുവേദനയായിട്ട് ആകെ ഇതായിപ്പോയി. അതുകൊണ്ട് ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലാത്തത് ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ എണ്ണം ഇത് കടിച്ചു പറിക്കുന്ന പരിപാടിയാണ്. തുരന്ന് മറിക്കുന്ന ടീമുകളല്ല. ഡോണൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുന്നതായിരുന്നു. ചോറിനാ പാത്രമൊക്കെ എടുത്തോണ്ട് വരുന്ന ആളായിരുന്നു. എല്ലാം പറഞ്ഞാ കേൾക്കുന്നേ. ഇപ്പൊ ഒന്നും ഇത് ചെയ്യുന്നില്ല. ഓൻ്റെ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ അടിക്കുമ്പോ പന്തെല്ലാം പറക്കൊണ്ട് വരുന്നവനെ. നേരത്തെ ഒരാളുണ്ടായിരുന്നു, ടൈഗർ. അവനാണെങ്കിൽ പന്തും എടുത്തുകൊണ്ട് ഓരോരുത്തരെ മാറി മാറി കളിക്കാൻ വിളിക്കും. ആരും ചെല്ലുന്നില്ലെന്ന് കണ്ട അവൻ സ്വന്തമായിട്ട് പന്ത് തട്ടി കളിക്കുമായിരുന്നു. മീനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, മഴയായതുകൊണ്ട്. ഇവർക്ക് പിന്നെ കുറച്ച് ഇങ്ങനെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ കാക്ക വന്നിട്ടുണ്ട് ചോറ് തിന്നാനായിട്ട്. കിട്ടുന്ന സമയത്ത് മേടിച്ച് വെച്ചിരുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു. മത്തിയാകുമ്പോൾ ചോറിനകത്ത് വേവിച്ച് കഴിയുമ്പോൾ നല്ല മണവും കൂടെ. കാക്ക ഇന്ന് ഒരുപാട് കാക്കയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് സംഘം ചേർന്ന് വന്നേക്കുക. എന്നാലും ഒരാളെ ഇറങ്ങിയുള്ളൂ, നമ്മുടെ കാക്ക ഇറങ്ങിയുള്ളൂ കഴിക്കാനായിട്ട്. ഡോണിന് വിശക്കുന്നുണ്ടല്ലോ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ബാക്കി ആരും മൈൻഡ് ചെയ്യുന്നില്ല ചോറ് കൊടുത്തിട്ടും. വിശന്നലയൊന്നുമില്ല, അവരെല്ലാം നല്ല നല്ല കഴിക്കുന്നുണ്ട്. പിന്നെ മീൻ കഷ്ണം സ്പൂണെ കോരി കൊടുത്ത് അവനതങ്ങ് അടിക്കുന്നുണ്ട്. നല്ല ചൂടാ ചോറ്, എന്നാലും അവനത് തിന്നുന്നുണ്ട്. കുക്കറിനകത്തിട്ട് അടിച്ചിട്ട് അതേപോലെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. ചൂടോടെ തട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. കാരണം തണുക്കരുതല്ലോ. പങ്കിച്ചിരിക്കുന്നുണ്ട്. ഡോൺ ഓടി നടന്നിട്ട് ഇവരെയും കൂടെ ഒക്കെ പിങ്കിയൊക്കെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല. അവൾക്ക് വെച്ചേക്കുന്നതും കൂടെ ഇപ്പം ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ തന്നെ അതുകൊണ്ടാവാൻ പോയി തിന്നുന്നതല്ല. ആ, എന്നാണ് അവൻ്റെ പണി. മേളിൽ കിടന്ന മീൻ കഷ്ണമൊക്കെ അവനെടുത്ത് തിന്നു. പിങ്കിയും പോയിട്ടുണ്ട് കഴിക്കാൻ. ഫുഡിനൊന്നും കുഴപ്പമൊന്നുമില്ല, അവർ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. ക്ഷീണം നമ്മളെ കാണാത്തതിൻ്റെ വിഷമം കൊണ്ടുള്ള ഇതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുക. അന്നേരം അവർ നോക്കുന്ന രീതിയിലായിക്കോളൂ. മഴയാണ്, മഴയത്താണ് നമ്മൾ വന്നത്. നല്ല മഴയത്താണ് ഞങ്ങൾ വന്നത്. കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മോന് ഇറങ്ങിയ മഴയത്ത്. കുറച്ച് ടൂളും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ അതും കൂടെ തിന്ന് കുതിർന്ന് കിടന്നോണ്ട്. വിശപ്പ് ഒരു കാരണവശാലും എന്തായാലും അവർക്ക് വരത്തില്ല. ചോറ് കഴിച്ചിട്ട് അതും കൂടെ കഴിച്ച് കഴിയുമ്പം അത് കഴിക്കുമ്പോൾ പിന്നെ ചോറ് കഴിക്കത്തില്ല. ഞങ്ങളതായി ചോറ് കഴിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വൈകിട്ടത്തേക്കാവുന്നത്. അത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് വീർത്ത് വെള്ളവും കുടിച്ച് ഇങ്ങനെ കിടന്നോളും. ഇത് കുതിർന്ന് കയറുമല്ലോ. അത് കഴിച്ചോളൂ. കഴിച്ച് ക്ഷീണമില്ലാതെ കിടക്കട്ടെ. മഴയൊക്കെ മാറി നല്ല അന്തരീക്ഷമൊക്കെ വരുമ്പോൾ എല്ലാം റെഡിയാവും. ഇവർക്കുള്ള കാര്യങ്ങളും വീടും പരിസരവും മൊത്തത്തിൽ അലമ്പായി കിടക്കുക.
തൂത്തുവാരാനൊന്നും പറ്റത്തില്ല. ഒരുപാട് ഓലയൊക്കെ വീണ് കിടപ്പുണ്ട്, എടുക്കാൻ പറ്റത്തില്ല. മൊത്തം അഴുക്കും ചെളിയാവും. പിന്നെ നമുക്ക് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണ്ടല്ലേ, അതുകൊണ്ട് അതവിടെ തന്നെ ഒക്കെ കിടക്കുന്നത്. ഇന്നലെ പക്ഷെ നല്ല വെയിലായിരുന്നു. ഇന്നലെ നമുക്ക് സമയം കിട്ടിയില്ല. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് മഴ തോരാതെ വെളുപ്പിനെ തുടങ്ങിയ. കേരളത്തിൽ എല്ലായിടം മഴയാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ തോരുന്നതേ ഇല്ല മഴ. ധോണിൻ്റെ കാലിൻ്റെ മുറിവങ്ങ് പുറത്തായിരുന്നു. പിന്നെ അവനെ അത് ചെളിക്കകത്ത് വഴിക്കിനകത്തൊക്കെ പോയതുകൊണ്ടാണ് അതവൻ നക്കി തുടച്ചാന്നുണ്ട്. പിന്നെ ഒരു പച്ചപ്പ് പോലുണ്ട്. അപ്പോൾ മോനതിന് മരുന്നൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ നോക്കുകയും പണിയൊക്കെ ചെയ്യുക. ഇയാൾക്ക് അതൊക്കെ ചെയ്യുന്ന മോന് വലിയ ഇഷ്ടമാണ്. അതൊക്കെ ചെയ്യുന്നത് മോനും മോക്കുമൊക്കെ ഇവരെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ നിലനിന്ന് പോകുന്നത്. നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അവരാണ്. അവരെ ചോറ് കൊടുക്കുന്ന കാര്യത്തിനായാലും എന്തിനായാലും എന്നെക്കാളും ശുഷ്കാന്തിയോട് ഓടി വരുന്നത് ഇയാളാണ്. മോച്ചാരാണ് ഓടി വരുന്നത്. മോളില്ലല്ലോ. മോള് വന്നു കഴിയുമ്പോൾ പിന്നെ അയാൾ മോക്കുള്ളതാണ് അവരെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന പണി. അയാൾ മഴ തോന്നിട്ട് വരാൻ പറഞ്ഞ് നിൽക്കുക. പക്ഷെ മഴ തോരുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ മോള് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഉടനെ ഇനി കുളിപ്പിച്ച് വൃത്തിയാക്കണം. മഴ തോന്നാലും ഇല്ലെങ്കിലും അവരെല്ലാം വൃത്തിയാക്കി ഈ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെയൊക്കെ നിൽക്കുക. ശനിയാഴ്ച ചിലപ്പോൾ മോള് വരുമ്പോൾ നമുക്കെല്ലാം ഒന്ന് വൃത്തിയാക്കാം. കസേര എടുത്ത് പിങ്കിക്ക് ഇട്ട് കൊടുക്കുക. പിങ്കി അതിനകത്ത് തന്നെ കിടന്നോളും. മഴയും തണുപ്പും അതെന്തായാലും ഉണ്ടാകും. നാളെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒന്നീ കസേര ഒടിച്ചിട്ടേക്കും, അല്ലെങ്കിൽ ഇതെടുത്ത് തള്ളിക്കളഞ്ഞ് ഒടിച്ച് വെക്കും. എങ്ങനെയായാലും അങ്ങനെ തന്നെ. ഒരുപാട് കസേര നശിപ്പിച്ച ടീമുകളാണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചിലർക്കൊക്കെ മറുപടി തരാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ പിള്ളേരെ പറ്റി തിരക്കുകയും പിള്ളേരെ കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് വലിയ സന്തോഷം. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ എന്തായാലും നമ്മൾ അവരെ കൈവിടത്തില്ല, നമ്മൾ നോക്കും കേട്ടോ. ഇവരെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടുന്ന കൂടൊക്കെ റെഡിയാക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള സ്ഥലമൊക്കെ നമ്മൾ മേടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതെത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവരെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. എനിക്കും ഇത് ഇത്രയും ദൂരം കൊണ്ടുവരികയും ചെയ്യേണ്ടല്ലോ. അടുത്തൊക്കെ തന്നെ ആകുമ്പോഴേ എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.